ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു ചട്ടിയിലോട്ട് ഇതുപോലെ 2 വഴുതനങ്ങയും പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം, വായോ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനൊരു 2 വഴുതനങ്ങ എടുത്ത് ഇതുപോലെ അത്യാവശ്യം കനത്തിൽ തന്നെയാണ് കേട്ടോ ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. നല്ല ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ഒരു ചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഞാനൊരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ദാണ്ടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് കടുകൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കടുക് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പിലയും ഒന്നങ്ങ് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇനി കുറച്ച് കുഞ്ഞുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കറിക്ക് കുഞ്ഞുള്ളി ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 10-15ഓളം കുഞ്ഞുള്ളി എടുത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം. ഇതൊക്കെ ഒരുപാട് നിറം ഒന്നും മാറണ്ട. ഇതൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ അതുവരെയും നന്നായിട്ടൊന്നങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ വഴുതനങ്ങയൊക്കെ കഴിക്കാൻ മടിയുള്ളവർ വരെ കഴിച്ചു പോകുന്നൊരു കറിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വേറെ ഒരു കറികളുടെ ആവശ്യമില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പം ഏകദേശമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ. അപ്പോൾ അതാണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് കുറച്ച് നമ്മുടെ പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവേ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളി അരിഞ്ഞതും കൂടാണ്. തക്കാളി ഒരുപാട് അങ്ങ് വലുതൊന്നും വേണ്ട, ഒരു കുഞ്ഞ് തക്കാളി മാത്രം മതി. ഒരുപാട് വലുതാണെങ്കിൽ അതിൻ്റെ പകുതിയൊക്കെ എടുത്താൽ മതി കേട്ടോ. ഒരുപാട് തക്കാളീൻ്റെ ആവശ്യം നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഇല്ല. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് അതും ഒന്ന് വഴറ്റി തക്കാളിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് കുഴഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ടെ തക്കാളിയൊക്കെ ഏകദേശം നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഒന്ന് വെന്തൊന്ന് കുഴഞ്ഞു വരുന്ന ഒരു പാകത്തിലെത്തണേ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ, ഒരു 1.25 ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെയും നല്ല പോലെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ചട്ടിയായതിൻ്റെ പേരിൽ തന്നെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ ചേർക്കുമ്പോഴേക്കും നല്ല ഫ്ലെയിം അങ്ങ് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് ചെയ്താലും മതി കേട്ടോ. അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, കാര്യം ചട്ടി നല്ല ചൂടായിട്ടിരിക്കുവാണ്. അപ്പോൾ അതാണ്ടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂണോളം മാത്രമേ ചേർക്കുന്നുള്ളൂ. വളരെ കുറച്ച് മാത്രമേ പുളിവെള്ളം ചേർക്കുന്നുള്ളൂ. ചേർത്തിട്ട് നല്ല പോലെ എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സാക്കി ജസ്റ്റ് ഒന്നങ്ങ് തിളച്ച് വരട്ടെ. അപ്പോൾ അതാണ്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങയെന്നും കത്തിരിക്കയെന്നും ഒക്കെ പറയും കേട്ടോ. ഞാൻ വഴുതനങ്ങയെന്ന് പറയുന്ന സമയത്ത് കത്തിരിക്കയല്ലേ എന്ന് ചോദിച്ച് കമൻറ്റ് ഇടുന്നവരുണ്ട്. അതുപോലെ കത്തിരിക്ക എന്ന് പറയുന്ന സമയത്ത് വഴുതനങ്ങ അല്ലേ എന്ന് ചോദിച്ച് കമൻറ്റ് ഇടുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചില നാട്ടിൽ രണ്ടും പറയും, ഞങ്ങളുടെ നാട്ടിൽ ഇനി രണ്ടും പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് മാറിയൊക്കെ ഇനി മാറ്റിയും തിരിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങേൻ്റെ 2ാം പാലാണ് കേട്ടോ. അപ്പോൾ 2ാം പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഏകദേശം ഒരു 1.25 കപ്പോളം രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൂടെ കുറച്ച് വെള്ളവും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊന്നും നമ്മൾ ഇതുവരെയും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം തന്നെ അങ്ങ് ഇട്ട് കൊടുത്തോളൂ. ഇനി വീണ്ടും നല്ല പോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. തേങ്ങാപ്പാൽ എടുക്കാൻ പലർക്കും മടിയുണ്ടാവും എന്നെ പോലെ. പക്ഷേ ഈ ഒരു കറിക്ക് തേങ്ങാപ്പാൽ ചേർത്തെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ അതാണ്ട് ഇതിങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അതാണ്ട് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങ ഒന്ന് വെന്ത് ഉടഞ്ഞു പോകുന്ന പാകമൊന്നും എത്തരുത് കേട്ടോ. വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതാണ്ട് കറിയൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരു 6-7 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഞാനിത്. അപ്പോൾ അതാണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടി കറിയൊക്കെ ഒന്ന് വറ്റി വരുന്ന സാഹചര്യത്തിൽ നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. പോരാത്തതിന് ചട്ടി അതിൻ്റെ പേരിൽ ഫ്ലെയിം ഓഫാക്കിയാലും കുറച്ച് സമയം ചൂട് നിൽക്കും. ആ ഒരു സമയം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു അരക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ്ട് ഇനി നമുക്കിതിൽ ഫ്ലെയിം ഒന്നും ഓൺ ആക്കണ്ട. ഈ ഒരു ചൂടിൽ കിടന്ന് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത്രയും മതി. ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു താളിപ്പും കൂടെ ആവാം. പക്ഷെ ഞാൻ ഇനി താളിപ്പൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതാണ്ട് നമ്മുടെ കറി ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പം കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു വഴുതനങ്ങ കറിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വഴുതനങ്ങ കഴിക്കില്ലെന്നും പറഞ്ഞ് ആരും മാറ്റി വെക്കില്ല കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഒരു ഗ്രേവി കഴിക്കുക തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലൊരു വഴുതനങ്ങ കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.